ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ചാനലിൽ ബിസിനസ് പാത്വേ എന്നുള്ള ചാനലിൽ ഒമാനിലെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇപ്പോൾ നടത്തുന്ന ആൾക്കാർക്കും ഉള്ള ഇൻഫർമേഷൻസ്, അതായത് ഒമാൻ ബിസിനസ് സെറ്റപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ ഇൻഫർമേഷൻസാണ് ഞാൻ കൂടുതലും പറയുന്നത്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻഫർമേഷൻ തരാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒമാനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് പാർട്ട്ണർ വിസ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിസിനസ് പാർട്ട്ണർ വിസ എന്നും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ചെറിയ ഇൻഫർമേഷൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ബിസിനസ് പാർട്ട്ണർ വിസ കിട്ടാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ബിസിനസ് പാർട്ട്ണർ വിസ നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ, നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് പാർട്ട്ണർ വിസ നമുക്കിവിടെ ഒമാനിൽ ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് നമുക്ക് കമ്പനി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് പാർട്ട്ണർ വിസയിൽ മാറ്റാം. ഐഡിയ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ബിസിനസ് പാർട്ട്ണർ വിസയിലോട്ട് വരാം. പക്ഷേ പുതിയൊരാൾ വന്നു കഴിഞ്ഞാലും, അതായത് ഐഡിയ ഇല്ലാത്ത ഒരാൾ വന്നാലും ഐഡിയ ഉള്ള ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് സെയിം, അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പം എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ബിസിനസ് പാർട്ട്ണർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് 1 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അത് ഒമാനിൽ ഉള്ള ഒരു പാർട്ട്ണറാണ്, ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒമാനിലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ 1 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് മതിയാകും. അതിൽ നമ്മൾ മിനിമം ഒരു എമൗണ്ട് നമ്മളെപ്പോഴും ഒരു മോർ ദാൻ 1,000 മേലെ, ഒമാനി റിയാലാണെന്നുണ്ടെങ്കിൽ, ഒമാനിലാണെന്നുണ്ടെങ്കിൽ 1,000 മേലെ നമ്മൾ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടും ആ ഒരു ബാലൻസ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ 1 മാസത്തെ കാണിച്ചാലും മതിയാകും. ഇല്ല, ഇനി ആ പുള്ളിക്ക് ആ പാർട്ട്ണറിന് നാട്ടിൽ അക്കൗണ്ടിൽ ഇനഫ് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മതിയാവും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഔട്ട്സൈഡ് ഒമാനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, ഏത് കൺട്രിയിൽ നിന്നാണോ അയാൾ, അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണോ അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളത്, ഇന്ത്യ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഖത്തർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രീസ് ആയിക്കോട്ടെ, ഏത് കൺട്രീസ് ആയാലും, മീൻസ് യൂറോപ്യൻ കൺട്രി ആയിക്കോട്ടെ, ഏത് കൺട്രീസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് ൻ്റെ 1 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണം. ഓക്കെ, ഇതാണ് ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒമാനിൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ്, അതായത് ബിസിനസ് കാര്യങ്ങൾ നമ്മളതിൽ മെൻഷൻ ചെയ്യും. എന്ത് ബിസിനസ്സാണെന്നുള്ളത്, കഫറ്റീരിയ ആണോ, അല്ലെങ്കിൽ ഗ്രോസറി ആണോ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആണോ, അല്ലെങ്കിൽ IT ബിസിനസ് ആണോ, ട്രേഡിംഗ് ആണോ, എന്താണെന്നുള്ളതെന്ന് നമ്മളതിൽ മെൻഷൻ ചെയ്തിട്ട് അതിലേതെങ്കിലും ഒരു ഫീൽഡിൽ ഉള്ള എക്സ്പീരിയൻസ്, കാരണം നമ്മളിപ്പം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ എല്ലാത്തിലും ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നില്ല. ഞാനിപ്പോൾ ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് റെസ്റ്റോറൻറ്റിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് എന്താണോ എൻ്റെ എക്സ്പീരിയൻസ്, അത് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്കത് മാൻഡേറ്ററി ആയിട്ട് കാണിച്ചിരിക്കണം. സോ ഫസ്റ്റ് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ്. 1 മാസത്തെ റീസെൻ്റ്ലി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് മന്തോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മന്തോ കുഴപ്പമില്ല. പിന്നെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ആക്ടിവിറ്റീസിൽ ആഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മിനിമം 3 വർഷത്തത് വേണം. പിന്നെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ CRൽ നമ്മളിപ്പം ഒരു 3, 4, 5 പാർട്ട്നേഴ്സിനൊക്കെ ആഡ് ചെയ്യാം. അത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര പാർട്ട്നേഴ്സിനൊക്കെ ആഡ് ചെയ്യാമെന്നുള്ളത്. അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര പാർട്ട്നേഴ്സാണോ അതിലുള്ളത്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സെയിം ഈ ഡോക്യുമെൻറ്റ്സുകൾ വേണം. അതായത് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇനി അടുത്തൊരു ഡോക്യുമെൻറ്റ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കുന്നു, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് കിട്ടും. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് കിട്ടും. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് അപ്രൂവ് ആയതിന് ശേഷമാണ് നമുക്ക് ബിസിനസ് പാർട്ട്ണർ വിസേൻ്റെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുക. സോ ബിസിനസ് പാർട്ട്ണർ വിസ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഇതാണ്. നമ്മൾ ആദ്യം ഫിസിബിലിറ്റി റിപ്പോർട്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസിന് അപ്ലൈ ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ക്ലിയറൻസിന് കൊടുക്കാം, പാർട്ട്ണർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ വേറെ കമ്പനി ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസുമായിട്ട് കാണാം. ബൈ.